ആലപ്പുഴ ജില്ലയിലെ 5 ഗ്രാമപഞ്ചായത്തുകളിൽ ഇന്ന് NDA ഭരണസമിതി അധികാരമേൽക്കും. 2 ഗ്രാമപഞ്ചായത്തുകളിൽ കൂടി അധികാരത്തിലെത്താൻ സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. ചെങ്ങന്നൂർ, ഹരിപ്പാട്, കുട്ടനാട് മേഖലകളിലാണ് BJPയുടെ നേതൃത്വത്തിലുള്ള NDA വലിയ മുന്നേറ്റം ഈ കടന്നുപോയ തെരഞ്ഞെടുപ്പിൽ നടത്തിയത്. സുധീഷ് ഗോപാലാണ് ആലപ്പുഴയിൽ നിന്നും ചേരുന്നത്. സുധീഷ്, ഈ ഇന്ത്യ സഖ്യം വളരെ ശക്തമായ നിലയിൽ പ്രവർത്തിച്ച ഒരു സ്ഥലമാണ് ഈ ആലപ്പുഴ എന്ന് പറയുന്നത്. കാരണം ഈ കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയുടെ സ്വന്തം പഞ്ചായത്തായിട്ടുള്ള ചെന്നിത്തലയിൽ പോലും കഴിഞ്ഞ 5 വർഷം UDFും LDFും ഒരുമിച്ച് നിന്നുകൊണ്ട് ഭരിക്കുകയായിരുന്നു. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തിയായി കഴിഞ്ഞ തവണ ജനങ്ങൾ തെരഞ്ഞെടുത്തത് BJPയാണ്. അപ്പോൾ BJPയെ അകറ്റി നിർത്താൻ ഇന്ത്യ സഖ്യം വളരെ സജീവമായിട്ടുള്ളൊരു ജില്ലയിൽ ഇന്നിപ്പോൾ ഈ പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുകളിലൊക്കെ നടക്കാൻ പോകുന്നത് എന്താണ്? പറയൂ സുധീഷ്. ഗൗതം, ഇന്ന് നടക്കുന്ന തദ്ദേശ സ്ഥാപന ഗ്രാമപഞ്ചായത്തുകളിലെ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുകളിൽ UDF LDFുമായോ മറ്റൊരു കക്ഷിയുമായും സഖ്യം ചേരേണ്ട എന്ന ഒരു നിലപാട് സ്വീകരിച്ചിട്ടുള്ളതായാണ് മുതിർന്ന കോൺഗ്രസ് നേതാവായ രമേശ് ചെന്നിത്തല കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിട്ടുള്ളത്. അത് സംസ്ഥാന തലത്തിൽ തന്നെ അങ്ങനെ ഒരു തീരുമാനം അവർ കൈക്കൊണ്ടിട്ടുണ്ട് എന്നതാണ് പറയുന്നത്. പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ അത്തരമൊരു കൂട്ടായ്മ വേണ്ട എന്നൊരു തീരുമാനമുണ്ട്. കഴിഞ്ഞ തവണയും ആദ്യഘട്ടത്തിലൊക്കെ അത്തരം ചില നിലപാടുകൾ സ്വീകരിച്ചിരുന്നെങ്കിൽ പോലും നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെ എല്ലായിടങ്ങളിലും കഴിഞ്ഞ തവണ ആലപ്പുഴ ജില്ലയിലും തിരുവമ്പണ്ടൂര്, ചെന്നിത്തല, അതോടൊപ്പം തന്നെ കോടന്തുരുത്ത് പഞ്ചായത്തുകൾ, പാണ്ടനാട് പഞ്ചായത്ത് എന്നിവയിൽ BJP ഒന്നാമതെത്തിയിരുന്നതാണ്. എന്നാൽ അവിടങ്ങളിലെല്ലാം പിന്നീട് ഭരിക്കുന്നത് LDFും UDFും ചേർന്നുള്ള ഒരു സാഹചര്യമാണ് നിലനിന്നത്. കഴിഞ്ഞ ഭരണസമിതിയുടെ കാലാവധി പൂർത്തിയാക്കുന്ന ഒരു ഘട്ടം വരുമ്പോൾ ഒരു പഞ്ചായത്തിൽ പോലും BJP ഭരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല. ആ രീതിയിൽ LDFും UDFും കൈകോർക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് കഴിഞ്ഞ 5 വർഷവും ഉണ്ടായത്. അതിന് സമാനമായ ഒരു നീക്കം നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടായേക്കാം. എന്നാൽ ഇന്ന് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ അത്തരമൊരു കൂട്ടായ്മ വേണ്ട എന്ന നിലപാട് UDF സ്വീകരിച്ചിട്ടുണ്ട് എന്നതാണ് ചെന്നിത്തല വ്യക്തമാക്കിയിട്ടുള്ളത്. ആ ഒരു സാഹചര്യം മുൻനിർത്തിക്കൊണ്ട് നമുക്കിന്ന് 5 പഞ്ചായത്തുകളിൽ അധികാരത്തിൽ വരാനുള്ള BJPയുടെ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഉണ്ടാവാനുള്ള സാധ്യത നിലനിൽക്കുന്നു. അത് പ്രധാനമായും ചെങ്ങന്നൂർ നിയമസഭാ മണ്ഡലത്തിൽപ്പെട്ട ചെന്നിത്തല, അതോടൊപ്പം തന്നെ തിരുവമ്പണ്ടൂർ, ബുധനൂർ പഞ്ചായത്തുകളും കുട്ടനാട്ടിലെ നീലമ്പേരൂർ പഞ്ചായത്തും ഹരിപ്പാട് നിയോജകമണ്ഡലത്തിൽപ്പെട്ട കാർത്തികപ്പള്ളി പഞ്ചായത്തുമാണ്. ഇതിന് പുറമെയാണ് കുട്ടനാട്ടിൽ നിന്ന് തന്നെയുള്ള തകഴി. അവിടെ LDFും UDFും തുല്യ നിലയിലാണ് ഉള്ളത്. അവിടെ 14 വാർഡുകൾ ഉള്ളതിൽ 5ഇടത്ത് UDFും 5ഇടത്ത് NDAയും 4ഇടത്ത് LDFുമാണുള്ളത്. അപ്പോൾ അവിടെ ഒരു ടോസിലേക്ക് കാര്യങ്ങൾ നീങ്ങാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. അതിന് സമാനമാണ് ചേന്നം പള്ളിപ്പുറം എന്ന ചേർത്തല മേഖലയിൽ നിന്നുള്ള പഞ്ചായത്തിലും. അവിടെ 7 പേര് NDAയ്ക്കും 7 പേര് UDFിനുമുണ്ട്. 4 പേർ മാത്രമാണ് LDFിനുള്ളത്. ഈ പഞ്ചായത്തിലും ഒരു പക്ഷേ ഭരണം ലഭിക്കാനുള്ള സാഹചര്യമുണ്ട്. ഇത് രണ്ടും ടോസിലൂടെ ലഭിക്കുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഈ രീതിയിൽ നോക്കുമ്പോൾ ആലപ്പുഴ ജില്ലയിൽ നമുക്ക് കഴിഞ്ഞ തവണത്തേക്കാൾ വലിയ രീതിയിൽ NDA മുന്നേറ്റം ഉണ്ടാക്കിയതായി കാണാൻ സാധിക്കും. ഇതേ സാഹചര്യത്തിൽ തന്നെയാണ് ഈ 5 പഞ്ചായത്തുകളിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാവാനും NDAയ്ക്ക് സാധിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം പോലുള്ള പഞ്ചായത്തുകളിൽ എന്താണ് ഇന്ന് സംഭവിക്കാൻ സാധ്യത? കാരണം തിരുവനന്തപുരം കഴിഞ്ഞ തവണ BJP ഏറ്റവും വലിയ കക്ഷിയായ ഒരു പഞ്ചായത്താണ്. അതിന് മുൻപും BJPക്ക് പരമ്പരാഗത സ്വാധീനമുള്ളതാണ് ആ പഞ്ചായത്തിലൊക്കെ. പക്ഷേ അവിടെ BJP അധികാരത്തിൽ നിന്ന് മാറ്റുന്നതിനായി കോൺഗ്രസും CPMും ഒരുമിച്ച് സഖ്യമുണ്ടാക്കിയ മറ്റൊരു സ്ഥലമാണല്ലോ തിരുവനന്തപുരം, ഈ ചെന്നിത്തല പോലെ തന്നെ. അവിടെയൊക്കെ ഇന്നിപ്പോൾ എന്താണ് സാഹചര്യം? തിരുവമ്പണ്ടൂർ പഞ്ചായത്തിലെ ഒരു സാഹചര്യം നോക്കുകയാണെങ്കിൽ 3 സ്വതന്ത്രന്മാർ അവിടെ വിജയിച്ചിട്ടുണ്ട്. അവിടെയും ഏറ്റവും വലിയ ഒറ്റക്കക്ഷി BJPയാണ്. 5 പ്രതിനിധികളാണ് BJPയുടേതായിട്ടുള്ളത്. 4 പേര് UDFിൻ്റെയും 2 പേര് LDFിൻ്റെയും ഉണ്ട്. അപ്പോൾ ഇവർ ഒരുമിച്ചാൽ ഇവർ ഒരുമിച്ചില്ലെങ്കിൽ ഈ 3 സ്വതന്ത്രരുടെ നിലപാട് അവിടെ നിർണായകമാകാൻ സാധ്യതയുണ്ട്. അത്തരത്തിൽ UDFിനെയോ ഈ സ്വതന്ത്രർ സഹായിക്കുകയാണെങ്കിൽ മാത്രമേ ഭരണം മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാവൂ തിരുവനന്തപുരം. അവിടെയും UDF LDFുമായി ചേരില്ല എന്നാണ് ഉറപ്പിച്ച് പറഞ്ഞിട്ടുള്ളത്. അവിടെയൊക്കെ നമുക്കറിയാം ചെങ്ങന്നൂർ നിയോജകമണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം മന്ത്രി സജി ചെറിയാൻ്റെ വലിയ കരുനീക്കങ്ങൾ നടക്കുന്ന ഒരു മേഖല കൂടിയാണ്. അത്തരത്തിലുള്ള കരുനീക്കങ്ങൾ തന്നെയാണ് കഴിഞ്ഞ തവണ ഏറ്റവും നിർണായകമായി വന്നതും. പാർട്ടിയുടെ നിലപാട് പോലും എതിർത്തുകൊണ്ട് ചെങ്ങന്നൂർ നിയോജകമണ്ഡലത്തിൽ അപ്പാടെ തന്നെ അവിടെ പാർട്ടി ഒരു ഘട്ടത്തിൽ അഭിപ്രായപ്പെട്ടതാണ് ഇത്തരത്തിൽ UDFുമായി കൈകോർക്കണ്ട എന്ന്. എന്നിട്ട് പോലും കൈകോർക്കുന്ന സാഹചര്യത്തിലേക്ക് പോകുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത്.
വരുന്നത്. അതിന് പ്രധാനമായും അന്ന് ആ പ്രാദേശികമായി അവർക്ക് ധൈര്യം നൽകിയത്, പിന്നിൽ നിന്ന് നയിച്ചത് സജി ചെറിയാനായിരുന്നു. അത്തരം നീക്കങ്ങൾ ഇന്നും ഉണ്ടാകാം. പക്ഷേ ഈ സ്വതന്ത്രരുടെ നിലപാടാണ് അവിടെ നിർണായകമാകുന്നത്. സ്വതന്ത്രം പ്രധാനമായും BJPയെ എതിർക്കുന്നവർ കൂടിയാണ് എന്ന ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. എന്നിരുന്നാൽ തന്നെയും ഇപ്പോൾ UDFും സ്വതന്ത്രരുടെ കൂട്ടിച്ചേർന്നാൽ പോലും ടോസിലേക്ക് കാര്യങ്ങൾ എത്താനുള്ള സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്തിലെ കാര്യം നമുക്ക് പ്രവചിക്കാൻ സാധിക്കുന്ന ഒരു അവസ്ഥയല്ലുള്ളത്. എന്നാൽ ഈ ആലപ്പുഴയിൽ ഇന്ന് എന്ത് സംഭവിക്കുമെന്നത് വലിയ ആകാംക്ഷയുണ്ടാക്കുന്ന ഒന്നാണ്. കാരണം ചെന്നിത്തല പഞ്ചായത്തും നമ്മളിപ്പോൾ ചർച്ച ചെയ്ത തിരുവൻവണ്ടൂർ പഞ്ചായത്തുമൊക്കെ കോൺഗ്രസും CPMും ഒക്കെ ഒരുമിച്ച് നിന്ന പഞ്ചായത്തുകളാണ് BJP അകറ്റി നിർത്തുക എന്ന ലക്ഷ്യത്തോടെ. പക്ഷേ ആ പഞ്ചായത്തുകളിലൊക്കെ ഈ തവണയും BJP മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട്. അതിനാൽ ഇന്ത്യ സഖ്യം ഉണ്ടാകുമോ, അതോ ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ താൽക്കാലികമായി മാറി നിന്നിട്ട് പിന്നീട് തെരഞ്ഞെടുപ്പിന് ശേഷം ഇന്ത്യ സഖ്യം അവിടെ പ്രാവർത്തികമാകുമോ? ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അതിൻ്റെയൊക്കെ ഉത്തരം നമുക്ക് ഏതാണ്ട് 10:00 അറിയാൻ സാധിക്കും. ആലപ്പുഴയിൽ നിന്നും സുധീഷാണ് വളരെ സമഗ്രമായ വിവരങ്ങളുമായി രാവിലെ ചേർന്നത്.